ഇല്ല ആക്ച്വലി ഞങ്ങള് ഇന്നൊരു പ്രാക്ടീസ് മാച്ച് കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു മൂന്നാല് പേര് വന്ന് മരം മുറിക്കുക എന്നുള്ളൊരു പ്ലാനിൽ അവർ മരം വെട്ടാനുള്ള ഒരു പ്ലാനിലേക്ക് ആയിരുന്നു. അപ്പൊ നമ്മുടെ ക്യൂറേറ്റർ ജിൻഡോ ആണ് ഇത് കണ്ടത്. ജിൻഡോ നോട്ടീസ് ചെയ്തിട്ട് അപ്പൊ ഇൻഫോം ചെയ്തു. അപ്പൊ എന്താണ് അവരുടെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരം ആക്ച്വലി ഇതിന് നമ്മുടെ ഗ്രൗണ്ടിൽ തടസ്സമല്ല. ഗ്രൗണ്ടിന്റെ എല്ലാ കോർണേഴ്സിലാണ് ഈ മരങ്ങൾ നിൽക്കുന്നത്. അതാണ് ആക്ച്വലി നമുക്ക് ഇപ്പൊ തരുന്ന ഒരു തണല്. ഇത്രയും വർഷം വലിയ മരമാണത്. എത്രയും ആളുകൾക്ക് ഒരു 10 ഒരു 50 അല്ലെങ്കിൽ ഒരു 100 ആളുകൾക്ക് തണലായി തരുന്ന ഒരു മരം മുറിക്കേണ്ടതായിട്ടൊരു ആവശ്യമില്ല. ഒന്ന്. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ സ്പോർട്സ്, ഇവിടെ ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, അതുപോലെ അത്ലറ്റിക്സ് ഉണ്ട്, എല്ലാ സ്പോർട്സും പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടാണ്. അപ്പൊ നമ്മളുടെ ആവശ്യം എന്താണ് നമ്മളാണ് ആക്ച്വലി നമുക്കാണ് പറയേണ്ടത്. നമ്മളുടെ ആവശ്യം നമുക്കല്ലേ അറിയുള്ളൂ. നമ്മളുടെ ആവശ്യം ഇതുവരെ ചോദിച്ചിട്ടില്ല. അവര് കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ട് ഇങ്ങോട്ട് പറയാം, എന്നിട്ട് ഇത് ചെയ്യുന്നവരാണ്. ആക്ച്വലി ഒരു മീറ്റിംഗ് നടത്തി ഞങ്ങളിപ്പോ ഒരു മീറ്റിംഗ് നടത്തിയിട്ട് എന്തൊക്കെയാണ് ആവശ്യം എന്ന് ചോദിക്കണമെങ്കിൽ ഇതൊക്കെയാണ് നമ്മളെ ആവശ്യം എന്ന് പറയും. ബേസിക് ഇൻഫ്ര ഇതുവരെ നമുക്ക് പറവൂര് തന്നിട്ടില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോയ്ലറ്റ് ഇല്ല. ഇവിടെ പെൺകുട്ടികൾ കേരളത്തിന് വേണ്ടി കളിക്കുന്ന ഒരു പെൺകുട്ടി നമ്മുടെ പറവൂരിൽ വരുന്നത്. ആ കുട്ടിക്ക് ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഒരുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഇൻഫ്രയാണ് നമ്മൾ, പിന്നെ എന്ത് ഭരണമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു കുടിവെള്ളത്തിന് നമുക്ക് ഒരു സപ്പോർട്ട് കൂടി ഇല്ല. ഒരു റെസ്റ്റ് എടുക്കാൻ ഒരു സ്ഥലമില്ല, ഒന്നുമില്ല. ഒരു ദിവസം നമ്മൾ ഒരു ഫംഗ്ഷൻ നടത്തുകയാണെങ്കിൽ 2500 രൂപ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. എല്ലാ മാസവും ഞങ്ങള് കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടുത്തെ ഒരു കുട്ടി ഫുട്ബോൾ പ്ലേയേഴ്സും അതുപോലെ ക്രിക്കറ്റ് പ്ലേയേഴ്സും എല്ലാം ചേർന്നിട്ട് ഗ്രൗണ്ട് മൊത്തത്തിൽ പുല്ല് പിടിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1.5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വന്നൊരു കാര്യമാണത്. അത് പുല്ല് പിടിപ്പിച്ച സമയം വരെയും അവർ നമ്മുടെ 2500 രൂപ ചാർജ് ചെയ്ത് 1 ലക്ഷം രൂപ പെനാൾട്ടി നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമ്മളൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുമ്പോൾ പോലും നമ്മൾ സപ്പോർട്ട് ചെയ്യാത്ത ഒരു നഗരസഭയായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു പാർട്ടി വൈസോ അല്ലെങ്കിൽ ഇന്നയാൾ ഭരിക്കുന്നോ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. സ്പോർട്സിനെ കുറിച്ച് കാഴ്ചപ്പാടില്ലാത്ത ആളുകളുടെ ഇടയിൽ നിന്നിട്ട് ഒരു സ്പോർട്സ്മാൻ ഉണ്ടാവാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യമാണ്. പക്ഷെ എല്ലാ പരിപാടികൾക്കും ഇവര് വരും, ഇവരിങ്ങനെ പറയും. ഇതിന്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ എന്റെ 13-ാം വയസ്സിൽ ഞാൻ കേട്ടു തുടങ്ങിയ കാര്യമാണ്. ഗ്രൗണ്ട് നന്നാക്കാൻ പോകുന്ന ഗ്രൗണ്ട് ഇപ്പൊ ശരിയാക്കും, അപ്പൊ ശരിയാക്കും എന്നൊക്കെ. എനിക്ക് 20 വർഷമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നഗരസഭ എന്റെ കൺമുമ്പിൽ കണ്ടിട്ട് ഇവർക്ക് പ്ലേയേഴ്സ് എങ്ങനെ ഉണ്ടാവും? നമ്മളെങ്ങനെ എത്ര നാൾ ഇവരെ കുട്ടികളുടെ എഫേർട്ട് എടുക്കും? ഇവരെ പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള എഫേർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻഫ്ര വേണം. ഇൻഫ്ര ഉണ്ടെങ്കിലാണ് ഓഫ് കോഴ്സ് പ്ലേയേഴ്സ് ഉണ്ടാവുള്ളൂ. ഇതൊന്നുമില്ലാതെ ഇവർക്ക് റിസൾട്ടും വേണം, പൈസയും ചാർജ് ചെയ്യുന്നുണ്ട്, എന്നാൽ ഒരു ഫെസിലിറ്റി കൊടുക്കണമില്ല. ഇത് വിഷൻ ഇല്ലാത്തവർ ഭരിച്ചാലുള്ള പ്രശ്നം ഇതാണ്. വിഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് കുട്ടികളും ഏത് മേഖലയാണെങ്കിൽ പോലും വിഷൻ വേണം. വിഷൻ ഇല്ലാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കും. നമ്മളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടില്ല, അവരാരും നടത്തിയിട്ടില്ല. ഈ മരം മുറിക്കുന്ന കാര്യത്തിലൊന്നും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. ഇല്ല, ഇതുവരെ ഇല്ല. മരം മുറിക്കലും മാത്രമല്ല, ഈ ഗ്രൗണ്ടിൽ ഇതുവരെ നടത്തിയേക്കുന്ന എന്ത് പണികളാണെങ്കിൽ പോലും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. എന്നിട്ട് ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഗാലറി പണിത്, ഇത്ര കോടി രൂപക്കാണ് ഗാലറി പണിതത്. ഇപ്പൊ ഗാലറി പൊളിച്ചു മാറ്റേണ്ടി വന്നു. അപ്പൊ പിന്നെ എന്തിനാണ് ഗാലറി ഇത്ര കോടി മുടക്കി ഗാലറി പണിതുകൊണ്ട് എന്ത് പർപ്പസാണ് ഉണ്ടായത്? അപ്പൊ പർപ്പസ് ഇല്ലാത്തൊരു കാര്യത്തിന് നമ്മൾ നിൽക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഈ ഗാലറി പൊളിക്കാനുള്ള കാരണം എന്താണ്? അല്ല, അവർക്ക് ഗ്രൗണ്ട് നവീകരിക്കണം. അതായത് ഒരു അപ്ഡേഷൻ ഇല്ല, ഒരു വിഷൻ ഇല്ലാണ്ടാണ് ഇവര് എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ആദ്യം ഗാലറി വരാൻ പോയത് ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടൊരു ഏറ്റവും ഒരു കോമഡി ആയിട്ടുള്ള സംഭവമാണ്. ഗാലറി ശരിക്കും പറയുന്നത് ഗ്രൗണ്ടിന്റെ സൈഡുകളിലാണ്, അതറിയല്ല. ഗാലറി അവിടെ കളി കാണാൻ വേണ്ടി. അപ്പൊ ഇവിടെ ആദ്യം ഗാലറിയുടെ അളവെടുത്തത് ഗ്രൗണ്ടിന് നടുക്കാണ്. അപ്പൊ ഞങ്ങൾ ഞെട്ടിപ്പോയി, എന്താണ് ഗ്രൗണ്ടിൽ നടുക്കി ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ആൻസർ ആണ്. അതായത് അന്നത്തെ ചെയർമാൻ പറഞ്ഞ ആൻസർ ആണ്. അപ്പൊ 2 സൈഡിൽ നിങ്ങൾക്ക് കളി കാണാലെന്ന് പറഞ്ഞു. ഞാൻ പറയാം, അത്രയും ഇൻട്രസ്റ്റ് ഉള്ള അങ്ങനെ വിഷനുള്ള ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് അവർക്ക് എങ്ങനെ ഒരു പ്ലെയർ ഉണ്ടാകുന്നത്? എനിക്ക് ഏറ്റവും പെത്തറ്റിക് ആയിട്ട് തോന്നുന്നത്, നമ്മളുടെ ഒരു കുട്ടിയുണ്ട്, ഇവിടുത്തെ സ്റ്റേറ്റ് കളിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അതുപോലെ അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 5-6 പെൺകുട്ടികളുണ്ട്. ഒരു ബാത്റൂം ഫെസിലിറ്റി അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇത്രയും റെപ്രസെന്റ്, അതായത് ഒരു 7-8 സ്റ്റേറ്റ് പ്ലേയേഴ്സ് വന്നാകുന്ന ഒരു ഗ്രൗണ്ടാണ്. എന്നിട്ട് നമുക്ക് ഇത്രയും ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് ആരാണോ ഭരിക്കുന്നത് അവര് ഡൗട്ട്ഫുൾ ആണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇനിയിപ്പോ മരം മുറിക്കാൻ വന്നാൽ തടയും. അല്ല, ഇത് ആക്ച്വലി മരം മുറിക്കുന്നത് തന്നെ ശരിയല്ല. പിന്നെ മരം മുറിക്കാം, നമുക്ക് ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ മുറിക്കാം. ഇത് തടസ്സമല്ലാത്തൊരു കാര്യം എന്തിനാ മുറിക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇതൊരു ഗ്രൗണ്ടിന്റെ ഒരു കോർണറിൽ നിൽക്കുന്ന ഒരു തണല്ല, എന്തിനാണ് മുറിക്കുന്നത്? അത് എന്ത് തടസ്സമാണ് വരുന്നതെന്ന് അത് നമുക്ക് ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക് തടസ്സമല്ല, പിന്നെ പുറത്തുള്ള ആളുകൾക്ക് അത് എങ്ങനെ തടസ്സമാവുന്നു?